ഹലോ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലോട്ട് സ്വാഗതം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നഴ്സസിനുള്ളതാട്ടോ. ശരിക്കും നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷൻ നമുക്ക് നേരത്തെ ചെയ്യാൻ പറ്റുമോ, ചെയ്തു കഴിഞ്ഞാൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ വേണം എന്നൊക്കെയുള്ള കുറേ ക്വസ്റ്റ്യൻസ് പല ആൾക്കാരും വിളിച്ച് ചോദിക്കാറുണ്ട്, കാണുമ്പോൾ ചോദിക്കാറുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചൊരു കുഞ്ഞു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. എന്താണെന്നല്ലേ, നമുക്ക് നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷന് വേണ്ടിയിട്ടുള്ള റിക്വയർമെൻറ്റ്സ് കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് നമുക്ക് ഫോറിൻ വെരിഫിക്കേഷൻ അഥവാ ഗുഡ് സ്റ്റാൻഡിങ് സർട്ടിഫിക്കറ്റ് വേണം. നമുക്ക് നേരത്തെ തന്നെ, അതായത് കോഴ്സ് കംപ്ലീറ്റ് ആവണതിന് മുന്നേ തന്നെ നമുക്ക് നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷന് വേണ്ടിയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. എന്ത് തന്നെ ആയാലും കോഴ്സ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്കത് കംപ്ലീറ്റ് ആവുള്ളൂ. എങ്കിലും ഇവിടെ എല്ലാ കാര്യത്തിനും കാലതാമസം ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് നേരത്തെ അപ്ലൈ ചെയ്യാം. അതായത് കോഴ്സിൻ്റെ ഒരു പകുതി കഴിയുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാം. ഇതിന് ഫസ്റ്റ് റിക്വയർമെന്റ് എന്ന് പറയുന്നത് ഗുഡ് സ്റ്റാൻഡിങ് സർട്ടിഫിക്കറ്റ് അഥവാ ഫോറിൻ വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് നമുക്ക് നാട്ടിൽ നിന്ന് വാങ്ങണം. ഏത് നഴ്സിംഗ് കൗൺസിലിൽ നിന്നാണോ നമ്മൾ രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ളത് അവിടെ നിന്നാണ് വാങ്ങേണ്ടത്. ഇപ്പോൾ കേരള രജിസ്ട്രേഷൻ ആണെങ്കിൽ കേരള നഴ്സിംഗ് കൗൺസിലിൽ നിന്ന് വാങ്ങണം, കർണാടക ആണെങ്കിൽ കർണാടക. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതിന് തന്നെ ഏകദേശം 1.5 മാസത്തോളം നമുക്ക് അതിന് കാലാവധിയുണ്ട്. 200 രൂപ പേയ്മെന്റ് അടച്ച് കേരള നഴ്സിംഗ് കൗൺസിലാണെങ്കിൽ നമുക്ക് ഓൺലൈൻ തന്നെ ചെയ്യാൻ പറ്റും. എവിടെ ഇരുന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓൺലൈൻ ചെയ്യാൻ പറ്റും. ഓൺലൈൻ ചെയ്തിട്ട് നമ്മുടെ ആപ്ലിക്കേഷൻ ഫോം അവിടെ എത്തിയാൽ മതി. അപ്പോൾ 1.5 മാസം കൊണ്ട് എനിക്ക് കിട്ടി. അപ്പോൾ അതുപോലെ നമ്മൾ അത് അപ്ലൈ ചെയ്യുക, ഗുഡ് സ്റ്റാൻഡിങ് അഥവാ ഫോറിൻ വെരിഫിക്കേഷൻ. അപ്പോൾ ഗുഡ് സ്റ്റാൻഡിങ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഒന്നാമത്തെ റിക്വയർമെന്റ്. എന്നാണോ ഗുഡ് സ്റ്റാൻഡിങ് കിട്ടിക്കഴിയുന്നത് അത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് എന്ത് ചെയ്യാം, നഴ്സിംഗ് കൗൺസിലോട്ട് രജിസ്ട്രേഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാം. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് ഇടാം. അത് കഴിഞ്ഞിട്ട് എന്താ നമ്മുടെ കോഴ്സ് ഇപ്പോൾ പകുതി കഴിഞ്ഞു. ഇപ്പോൾ 6 മാസത്തെ കോഴ്സ് ആണെങ്കിൽ ഒരു 3 മാസം കഴിയുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, രജിസ്ട്രേഷന് വേണ്ടി അപ്ലൈ ചെയ്തിടാം. കാര്യം ഒരു 2 മാസത്തോളം പിടിക്കും ഇൻ്റർവ്യൂവിന് കിട്ടാൻ വേണ്ടിയിട്ട് തന്നെ താമസം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ റിക്വയർമെന്റ് കാര്യങ്ങൾ, അതായത് നമ്മുടെ ഈ പേപ്പർ കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആദ്യത്തെ ഒരു കടമ്പ കഴിഞ്ഞു. 192 യൂറോയാണ് ഇതിന് പേയ്മെന്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ സൈറ്റിൽ തന്നെ അതിന്റെ മാനുവൽ കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ അത് നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ച് നമ്മളെല്ലാം നോട്ട് ചെയ്ത് എഴുതിയെടുത്തതിന് ശേഷം എന്തൊക്കെ റിക്വയർമെന്റ് ആണ് എന്നുള്ളതെല്ലാം, അതായത് നമ്മുടെ കോളേജിലെ സർട്ടിഫിക്കറ്റുകൾ, ട്രാൻസ്ക്രിപ്ഷൻ, പിന്നെന്താ MQRIC, ഗുഡ് സ്റ്റാൻഡിങ്, പിന്നെ നമ്മുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്, CV, പോലീസ് കോണ്ടാക്ട്, അങ്ങനെ വന്ന് കോളേജിൽ നിന്നുള്ള പേപ്പർ, അതായത് കോളേജിൽ നിന്നുള്ള കോഴ്സ് കംപ്ലീഷൻ കിട്ടിയിട്ടില്ലാത്തത്, അത് നമുക്ക് പഠിച്ചുകൊണ്ടിരിക്കുമല്ലേ, അതുകൊണ്ട് നമുക്ക് കോളേജിൽ നിന്നുള്ള അക്സെപ്റ്റൻസ് ലെറ്റർ തരുന്നുണ്ട്. അപ്പം നമ്മൾ ആ ഒരു പേജിനകത്ത് അത് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ നമുക്ക് എന്തൊക്കെയാണോ റിക്വയർമെന്റ് അതിനകത്ത് പറഞ്ഞിട്ടുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ കയ്യിൽ ആദ്യം ഓരോന്നായിട്ട് എടുത്ത് സ്കാൻ ചെയ്ത് PDF ആക്കി നമുക്ക് എടുക്കാൻ എളുപ്പത്തിന് ഒറ്റ ഡ്രൈവിനകത്തോ എവിടെയെങ്കിലും ആക്കി ഇട്ടതിന് ശേഷം മാത്രമേ നമ്മൾ തുടങ്ങാവുള്ളൂ. അതുപോലെ ഫോട്ടോയും അതിനകത്ത് റെക്കോർഡ് സൈസ് പറയുന്നുണ്ട്. ആ സൈസിലോട്ട് ആക്കി ഇട്ടതിന് ശേഷം മാത്രമേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാവുള്ളൂ. കാര്യം ടൈം ഔട്ട് ഉണ്ട്. അപ്പോൾ പെട്ടെന്ന് നമ്മൾ അങ്ങോട്ട് ചെയ്യുമ്പോഴത്തേക്ക് വേഗം തന്നെ അതങ്ങോട്ട് കഴിഞ്ഞു പോകും. പിന്നെ വീണ്ടും ഒന്നേന്ന് വരും. അപ്പോൾ അതുകൊണ്ട് അപ്ലോഡ് ചെയ്യേണ്ട സാധനങ്ങളും നമ്മുടെ അഡ്രസ്സ്, അവിടെ മാൾട്ടയിലുള്ള അഡ്രസ്സ് ഇതൊക്കെയാണ് കൊടുക്കേണ്ടത്. അപ്പം അതെല്ലാം പോസ്റ്റ് ബോക്സ് നമ്പർ വരെ നമ്മൾ അതായത് ആഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതുവരെ നമ്മളെല്ലാം എടുത്ത് വെച്ച് സെറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ തുടങ്ങാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ നഴ്സിംഗ് കൗൺസിലിന്റെ രജിസ്ട്രേഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ഈ പേയ്മെന്റ് കാര്യങ്ങൾ, അതായത് റെവല്യൂട്ട് ആണെങ്കിൽ റെവല്യൂട്ട്, അല്ലെങ്കിൽ HSBC ആണെങ്കിൽ അതിന്റെ അക്കൗണ്ടിന്റെ കാർഡും കാര്യങ്ങളും ഡീറ്റെയിൽസും കൂടെ എടുത്തു വെക്കണം. പിന്നെ നമ്മൾ രജിസ്ട്രേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു എന്ന് വെച്ചോ, ഇതെല്ലാ കാര്യങ്ങളും, അതായത് ഈ ഗുഡ് സ്റ്റാൻഡിങ്ങിന്റെ ഒക്കെ കാലാവധി ഞാൻ പറഞ്ഞില്ല, അത് കുറച്ച് നാള് ലേറ്റ് ആവും കിട്ടാൻ വേണ്ടി. അപ്പം അതിനനുസരിച്ച് നേരത്തെ അതിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തോണം. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് OET അഥവാ IELTS നമ്മുടെ എക്സ്പയർ ആവാതെ ഡേറ്റ് ഉണ്ടായിരിക്കണം. അപ്പോൾ എല്ലാവരും മാൾട്ടയ്ക്ക് ചൂസ് ചെയ്യണത് ലാസ്റ്റ് ചോയ്സ് ആയിട്ടാണ്. അതായത് UK യോ കാനഡയോ എങ്ങോട്ടാണോ അവർ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് പോകാൻ പറ്റാതായി വരുമ്പോഴത്തേക്കും ലാസ്റ്റ് ചാൻസിലായിരിക്കും മാൾട്ട ചൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ റിലേറ്റീവ്സോ ഫ്രണ്ട്സോ ഒക്കെ ഇവിടെ ഉണ്ടായിട്ട് മാൾട്ട ചൂസ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ വരുമ്പോൾ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ OET അഥവാ IELTSന്റെ സ്കോർ എക്സ്പയർ ആയി പോകാനുള്ള സാധ്യതയും കൂടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഏറ്റവും ലാസ്റ്റ് സ്റ്റേജിലായിരിക്കും നമ്മൾ മാൾട്ട ചൂസ് ചെയ്ത് വരുന്നതുകൊണ്ട് ഇതിന് രജിസ്ട്രേഷൻ കംപ്ലീറ്റ്, അതായത് രജിസ്ട്രേഷന്റെ പ്രോസസ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് OET അഥവാ IELTSന്റെ സ്കോർ നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കണം. ഇതാണ് അവർ നഴ്സിംഗ് കൗൺസിലിൽ നിന്ന് പറയുന്ന ഒരു റൂള്. അപ്പോൾ അത് ശരിക്കും ഇപ്പോൾ ഇന്റർവ്യൂ വിളിക്കുന്ന സമയത്ത് നമുക്ക് എക്സ്പയർ ആയാലും കുഴപ്പമില്ല, രജിസ്ട്രേഷൻ സമയത്ത് ഉണ്ടായിരിക്കണമെങ്കിൽ അവർ അത് അക്സെപ്റ്റ് ചെയ്ത് അതിനെ അങ്ങോട്ട് ഫോർവേഡ് ചെയ്ത് വിടുള്ളൂ. അപ്പം നമുക്ക് ഇപ്പോൾ എല്ലാ പേപ്പർ കാര്യങ്ങളൊക്കെ കൊടുത്തു, നമുക്ക് രജിസ്ട്രേഷന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യം അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, എല്ലാ വീക്കിലും ആ ഒരു സൈറ്റിനകത്ത് നമുക്ക് ആദ്യം തുടങ്ങുമ്പോൾ ഒരു പാസ്വേഡ് കിട്ടും. ആ പാസ്വേഡ് എന്തായാലും മറക്കാതെ എവിടെയെങ്കിലും എഴുതി വെക്കുക. ആ പാസ്വേഡ് വെച്ചിട്ട് നമുക്ക് ആ സൈറ്റിനകത്ത് കയറാൻ പറ്റും.
ഈ സൈറ്റിനകത്ത് കയറി കൃത്യമായിട്ടും എപ്പോഴും മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കണം. അത് എന്തെങ്കിലും മെയിൽ വന്നിട്ടുണ്ടോ, സൈറ്റിനകത്ത് കയറുമ്പോഴത്തേക്കും നമ്മുടെ പെൻഡിങ് അപ്രൂവൽ എന്ന് തന്നെയാണോ കാണിക്കുന്നത്, ക്യാൻസലേഷൻ വല്ലതും വന്നിട്ടുണ്ടോ, എന്തെങ്കിലും ക്യാൻസലേഷന് ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നേരിട്ട് നഴ്സിംഗ് കൗൺസിലിൽ പോവാം. സെന്റ് ലൂക്ക് ഹോസ്പിറ്റലിൽ രജിസ്ട്രേഷൻ കൗണ്ടറിൽ, അതായത് രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ ഓഫീസ് സെക്ഷൻ ഉണ്ട്, അവിടെ തന്നെയാണ് മേളിൽ നഴ്സിംഗ് കൗൺസിൽ. അപ്പം നമുക്ക് അവിടെ പോയി നേരിട്ട് അത് ക്യാൻസൽ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ് അതിന് കാരണം എന്ന് അന്വേഷിച്ച് നമുക്കത് അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ പേയ്മെന്റ് ഒറ്റ പ്രാവശ്യമേ ഉള്ളൂ, അതുകൊണ്ട് വീണ്ടും നമ്മൾ പേയ്മെന്റിന്റെ കാര്യത്തെ കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒരു പ്രാവശ്യം രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ 2 മാസം എടുക്കും ഇന്റർവ്യൂ വിളിക്കാൻ വേണ്ടി. അപ്പോൾ ആ 2 മാസ കാലയളവിൽ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ നമ്മൾ ഇടയ്ക്ക് കയറി തന്നെ അത് ചെക്ക് ചെയ്യുക. പിന്നെ എന്തെങ്കിലും മിസ്റ്റേക്ക് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അവർ നമുക്ക് മെയിൽ അയക്കും. അതായത് ഇപ്പോൾ എൻ്റെ OET എക്സ്പയർ ആയിട്ടുണ്ട്, അല്ലെങ്കിൽ നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, നാട്ടിലെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് എക്സ്പയർ പോവുകയാണ്. അപ്പോൾ നമ്മൾ വീണ്ടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ തുടങ്ങാൻ. ഇപ്പൊ എനിക്ക് അറിയാം 2 മാസത്തിനകം എൻ്റെ എക്സ്പയർ ആവുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ കൊണ്ടുവന്ന് അവിടെ നഴ്സിംഗ് കൗൺസിൽ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും അവിടെ ശരിക്കും അപ്ലൈ ചെയ്യുന്ന സമയത്ത് എക്സ്പയർ ആവുകയാണെങ്കിൽ അത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതിന് മുന്നേ തന്നെ നമുക്ക് നാട്ടിലാണ് എവിടുത്തെ രജിസ്ട്രേഷൻ ആണോ അത് റിന്യൂ ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ ഇത് കൊടുത്തതിന് ശേഷമാണെങ്കിൽ ഇത് കണ്ടിന്യൂ ആയിട്ട് അത് ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കണം. അവിടെ നിന്നുള്ള രജിസ്ട്രേഷൻ റിന്യൂ ചെയ്യാനുള്ള കാര്യങ്ങൾ കൂടെ ചെയ്യണം. അപ്പോൾ ആ കാര്യങ്ങളൂടെ കറക്റ്റ് ചെയ്ത് ഇതിൻ്റെ കൂടെ വിടണം. ഇനി അത് കഴിഞ്ഞിട്ട് 2 മാസം കഴിഞ്ഞിട്ടായിരിക്കും എന്തായാലും 1.5 മാസം അല്ലെങ്കിൽ 2 മാസത്തിനകത്താണ് ഇന്റർവ്യൂ. അപ്പോൾ ആ സമയത്ത് അവർ വീണ്ടും ഒരു മെയിൽ അയക്കും, നമുക്ക് ഇന്റർവ്യൂ ഇന്ന ദിവസമാണ്, ഇത്രാം തീയതി ഇത്ര സമയത്ത് ഇവിടെ എത്തണം. അപ്പോൾ ആ മെയിലിന്റെ കൂടെ തന്നെ നമ്മൾ ഇപ്പൊ നാളെയാണ് നമുക്ക് ഇന്റർവ്യൂ എന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് വൈകിട്ട് അതിന് മുന്നേ തന്നെ നമ്മൾ നാളെ വരും എന്നുള്ളത് കൺഫേം ചെയ്യാൻ വേണ്ടി നമ്മൾ കുറച്ച് ഡീറ്റെയിൽസും നമ്മുടെ കാര്യങ്ങളൊക്കെ ചോദിച്ച് ഒരു ഫോം ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. ആ ഫോമും കൂടെ നമ്മൾ അതിൻ്റെ കൂടെ ഫില്ല് ചെയ്ത് അയക്കുക. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ഇന്റർവ്യൂവിന് കണക്കാക്കി പോവുക. നമുക്ക് അവർ എന്തൊക്കെ റിക്വയർമെന്റ് ആണോ തന്നിട്ടുള്ളത്, ഞാൻ പറഞ്ഞിരുന്നു നേരത്തെ, അവർ പറഞ്ഞിട്ടുണ്ട് കുറേ സർട്ടിഫിക്കറ്റ് കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി. ഈ സർട്ടിഫിക്കറ്റ് കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഒറിജിനൽ കോപ്പീസ് ഒറിജിനലായിട്ട് നമ്മൾ പോവുക, ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് പോവുക. അപ്പോൾ നമ്മൾ കുറച്ച് പ്രിപ്പയർഡ് ആയിട്ടല്ലേ ഇന്റർവ്യൂവിന് പോവുള്ളൂ. ഭയങ്കര പേടിപ്പിക്കുന്ന രീതിയിലുള്ള അങ്ങനത്തെ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് അല്ല, ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും കൂടുതലായിട്ടും ചോദിക്കുക. അതായത് നമ്മുടെ CV-ക്കകത്തും നമ്മുടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിനകത്ത് നമ്മൾ എന്താണോ എഴുതി വെച്ചേക്കണത്, ഇപ്പോൾ എനിക്ക് ICU എക്സ്പീരിയൻസ് ആണ്, സർജിക്കൽ കെയർ ആണ് ഞാൻ കൂടുതൽ ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ആ ഏരിയ ബേസ് ചെയ്തിട്ടുള്ളതായിരിക്കും നമ്മുടെ ഇന്റർവ്യൂ. ആപ്ലിക്കേഷൻ ലെവലായിരിക്കും ഇങ്ങനെ ഒരു പേഷ്യൻ്റ് ഇന്ന കണ്ടീഷനായിട്ട് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ നമുക്ക് ചെയ്യാം, നമ്മൾ എന്തൊക്കെ റൂൾ ഔട്ട് ചെയ്യും, നമ്മൾ അവരുടെ അടുത്ത് എന്തൊക്കെ കെയർ കൊടുക്കും. അത് ഭയങ്കരമായിട്ട് നമ്മൾ കുഴപ്പിക്കുന്ന ക്വസ്റ്റ്യൻസ് അല്ല, പക്ഷെ അവരുദ്ദേശിക്കുന്ന ആ പോയിന്റ് എത്തുന്ന വരെ അവർ ക്ലൂ തന്ന് കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കും. ഒരേ ഒരു ട്രാക്കിൽ കൂടെ നമ്മൾ കൊണ്ടുപോകണ പോലെ ഒരു കൊണ്ടുപോകും. അപ്പം നമ്മൾ ഓവറായിട്ട് ടെൻഷനായിട്ടാണ് അവിടെ പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉള്ളത് കൂടെ മറന്നു. പിന്നെ അവിടെ നമ്മൾ പോയിരിക്കുമ്പോൾ നമുക്ക് കാണാം നമ്മളെപ്പോലെ ഇന്റർവ്യൂവിന് വന്നിരിക്കുന്ന കുറേ പേര് കാണാം. അവർ പുറത്തിരുന്ന് ഇങ്ങനെ പരസ്പരം ക്വസ്റ്റ്യൻസ് ചോദിക്കുകയും പറയുകയൊക്കെ ചെയ്ത് ഡിസ്കസ് ചെയ്യാം. അപ്പം നമുക്ക് കുറച്ചുകൂടെ ഓവർവ്യൂ കിട്ടും. പിന്നെ അടുത്ത ഒരു വീഡിയോ ഞാൻ ചെയ്യാമെന്ന് വിചാരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ എക്സ്പീരിയൻസും കുറച്ച് എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ ആയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഒരു ഡിസ്കഷൻ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ട് വേണം, ഒന്നും നോക്കാതെ വെറുതെ അവിടെ പോയി ഇന്റർവ്യൂന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമുക്കത് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു ബുദ്ധിമുട്ടാവും. അപ്പോൾ അത് ഒരു പ്രാവശ്യം കിട്ടില്ലെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു 6 മാസം കഴിഞ്ഞിട്ട് എങ്ങാണ്ടാണ് അടുത്ത് വീണ്ടും ഇന്റർവ്യൂ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ എന്തുകൊണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ വെൽ പ്രിപ്പയർഡ് ആയിട്ടിരിക്കുക, ഓവറായിട്ട് ടെൻഷനൊന്നും അടിക്കേണ്ട. നമുക്ക് പറ്റുന്ന നല്ല രീതിയിൽ നമ്മൾ പെർഫോം ചെയ്യുക, അത്രേ ഉള്ളൂ. ബാക്കി പകുതി ദൈവത്തിന്റെ കയ്യിലാണ്. അപ്പോൾ പ്രാർത്ഥിച്ചിട്ട് അങ്ങോട്ട് പോവുക, അത്രേ ഉള്ളൂ. അപ്പോൾ രജിസ്ട്രേഷന്റെ കാര്യം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തില്ല, രജിസ്ട്രേഷൻ്റെ ഇന്റർവ്യൂ കഴിഞ്ഞു, പാസ്സായി എന്ന് പറഞ്ഞ് പിറ്റേന്നോ അല്ലെങ്കിൽ അതിൻ്റെ പിറ്റേന്നോ നമുക്ക് തിരിച്ച് റിപ്ലൈ വരും. എന്നാണോ നമ്മൾ കഴിഞ്ഞ 2 ദിവസത്തിനകത്ത് നമുക്ക് മെയിൽ വരും, നമ്മൾ സക്സസ്ഫുൾ ആണോ ഇല്ലയോ എന്താണെന്നുള്ളത് വരും. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്നാണോ നമുക്ക് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത്, ആ കോഴ്സ് കംപ്ലീഷൻ ചെയ്യുന്ന സമയത്ത് അവർ പറഞ്ഞു വിടും. നമുക്ക് വരുമ്പോൾ കോഴ്സ് കംപ്ലീഷൻ്റെ പേപ്പർ കിട്ടിയാൽ ഉടനെ നമ്മൾ കൊണ്ടുവന്ന് സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്താൽ മാത്രമേ അവർ അപ്രൂവൽ ചെയ്യുള്ളൂ. കംപ്ലീറ്റ് അപ്രൂവ് ചെയ്തിട്ട് മാൾട്ട നഴ്സിംഗ് കൗൺസിലിൻ്റെ രജിസ്ട്രേഷൻ കിട്ടി എന്നുള്ളതാവുള്ളൂ. എന്നാലേ നമുക്ക് രജിസ്റ്റേർഡ് നഴ്സായിട്ട് മാൾട്ടയിൽ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു ഏകദേശം ഐഡിയ എല്ലാ കാര്യത്തിനും കിട്ടിക്കാണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി ആരും ടെൻഷൻ ആവേണ്ട, കോഴ്സ് കഴിഞ്ഞിട്ട് മാത്രമേ നഴ്സിംഗ് കൗൺസിലിൽ അപ്ലൈ ചെയ്യാവുന്നൊന്നുമില്ല. കോഴ്സ് കഴിയുന്നതിന് മുന്നേ ചെയ്യാം. അതിന് മെയിനായിട്ട് നമ്മൾ OET അല്ലെങ്കിൽ IELTS സ്കോർ എക്സ്പയർ ആവുന്നതിന് മുന്നേ ചെയ്യുക. ഇനി എക്സ്പയർ ആയി കിടക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ തുടങ്ങുക. കോഴ്സിന് ചേർന്നല്ലോ, അപ്പം അതിൻ്റെ കൂടെ ഉള്ള സമയത്ത് എങ്ങനെയാണോ അതുപോലെ പ്രിപ്പയർ ചെയ്യുക. പ്രിപ്പയർ ചെയ്ത് OET IELTS എന്താണോ നിങ്ങൾക്ക് താല്പര്യം അത് എഴുതിയെടുക്കുക. അതും കൂടെ ചേർത്തിട്ട് നമ്മൾ ചെയ്ത് തുടങ്ങണമായിരിക്കും നല്ലത്. അപ്പോൾ പിന്നെ നമുക്ക് അതിനകത്ത് ലാഗ് വരില്ല. അല്ലെങ്കിൽ പിന്നെ ഫൈനൽ സ്റ്റേജ് എത്തിയിട്ട് പിന്നെ വീണ്ടും OET എഴുതാൻ വേണ്ടിയിട്ട് ഓടേണ്ട അവസ്ഥയായിരിക്കും. അപ്പോൾ അതുകൂടെ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ കൊടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഏകദേശം ഐഡിയ കിട്ടിയെന്ന് മനസ്സിലാക്കുന്നു. പിന്നെ അടുത്ത വീഡിയോയിൽ കുറച്ച് ഡിസ്കഷൻ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വരാം.
വീണ്ടും കാണുന്നവരെ ബൈ ബൈ.